മാസത്തിനുള്ളിൽ 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റും. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരയ്ക്കുന്ന അത്രയും സാലറിയിലാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഗോൾ പോലെ സെറ്റ് ചെയ്യുക. 25 പോകണമെങ്കിൽ വേണമെങ്കിൽ ഒരു കാർ എടുക്കാം. ചിലപ്പോൾ ഒരു 30 ലക്ഷം ആക്കിയത് കുറയും. കാനഡ ഗവൺമെന്റ് നമുക്ക് എല്ലാ വർഷവും ഇൻക്രിമെന്റ് ചെയ്യാറുണ്ട്. ഇത്രയും പൈസ പുള്ളിയുടേക്കാണ്. 1,67,112 കനേഡിയൻ ഡോളറാണ്. പുള്ളി വീട്ടിൽ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. പുള്ളിയുടെ സാലറി എന്ന് പറയുന്നത് $31 ആയിരിക്കും. 23 തൊട്ട് മേപ്പോട്ട് പേ ഉള്ള കാനഡയിൽ സ്റ്റുഡന്റ് ആണ്. ജോലി മാത്രം ചെയ്തുകൊണ്ട് കോടീശ്വരനാവാം. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗും ആണ്. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ കാനഡയിൽ വന്നതിന് ശേഷം എങ്ങനെ ഒരു കോടീശ്വരനാവാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഫുൾ കണക്കിന്റെ കളികളാണ്. കൈവിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇതിൽ വേറെ മന്ത്രമമായ ഒന്നുമില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഞാൻ പറയുന്നില്ല. മ്യൂച്വൽ ഫണ്ട്, SIP അങ്ങനെ ഒന്നിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ജോലി മാത്രം ചെയ്തുകൊണ്ട് എങ്ങനെ ഇത്രയും രൂപ സമ്പാദിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. ഈ ഫേമസ് ഡയലോഗ് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെയാണ്, ഫുൾ കണക്കിന്റെ കളികളാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. നിങ്ങൾക്കും ഈ പറഞ്ഞ 1 കോടി രൂപ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം. അപ്പൊ ഇത് കുറച്ച് ഹാർഡ് വർക്കുള്ള പരിപാടിയാണ്. പക്ഷേ ഈ രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റും. ഇത് കാനഡയിൽ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വെച്ചിട്ട് വേണമെങ്കിലും ഇത് പ്ലാൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പം നിലവിൽ കാനഡയിലെ ഒരാൾ, ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാൾ, ആ ആൾക്ക് എത്ര നാളെടുക്കും ഇത്ര രൂപ സമ്പാദിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ പറഞ്ഞ 1 കോടി രൂപ ചുമ്മാ ഒന്നും കിട്ടത്തില്ല. ലോട്ടറി ഒന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വീഡിയോ തുറന്ന് കണ്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ പൈസ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനായിട്ട് നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുകയാണ്. പുള്ളിയുടെ പേര് മൈക്ക് എന്നാണ്. മൈക്ക് ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാനഡയിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാനഡയിൽ സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ നിലവിൽ പാർട്ട് ടൈം ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് ടൈം പഠിത്തമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫുൾ ടൈമിലാവും. ഫുൾ ടൈമിലായി കഴിഞ്ഞിട്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫുൾ ടൈം ഉള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എന്ന് വേണം പറയാൻ. കാരണം നിങ്ങളിപ്പം കാനഡയിൽ ഒരു $16, റെസ്റ്റോറൻറ്റ്, ഗ്യാസ് സ്റ്റേഷനൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേ എന്ന് പറയുന്നത് ഒരു $16 ആയിരിക്കും. ചിലയിടത്തൊക്കെ ഷിഫ്റ്റ് പ്രീമിയം ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു $1 പ്രീമിയം കിട്ടാറുണ്ട്. അപ്പോൾ അതല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പം നോർമലി ഫാക്ടറീസ് ജോലികളുണ്ടല്ലോ, പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ, കുറച്ചുകൂടെ നല്ല ഫാക്ടറീസ് ജോലികൾ നോർമലി 23 തൊട്ട് മേപ്പോട്ട് പേ ഉള്ള പല ഫാക്ടറീസുകൾ നമ്മുടെ കാനഡയിലുണ്ട്. എല്ലായിടത്തും ആൾമോസ്റ്റ് 23 തൊട്ടാണ് പേ കൊടുക്കുന്നത്, പ്രീമിയം ഉൾപ്പെടെ. അപ്പോൾ ഞാൻ അത്രയൊന്നും പോകുന്നില്ല. ഒരു $21 നിങ്ങൾക്ക് സാലറി ഉണ്ടെന്ന് കൂട്ടിക്കും. അപ്പോൾ ഈ മൈക്ക് എന്ന് പറയുന്ന ആൾക്ക് പെർ അവർ $21 ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, പുള്ളി ആഴ്ചയിൽ 5 ദിവസം പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം പുള്ളിക്ക് ഓട്ടമുണ്ട്. പുള്ളി ചെയ്യുന്നത് 8 hour ഷിഫ്റ്റ് ആണ്, 8 hour ഷിഫ്റ്റ് ആണ്. അപ്പം പുള്ളി 8 മണിക്കൂർ വെച്ചിട്ട് ഒരു ദിവസം 5 ദിവസം പണിയെടുക്കുമ്പോൾ 40 മണിക്കൂറായി ടോട്ടൽ. അപ്പോൾ $21 വെച്ച് ഈ 40 മണിക്കൂറത്തേക്ക് പുള്ളി കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം $840 കനേഡിയൻ ഡോളർ കിട്ടും. പിന്നെ ലാസ്റ്റ് ഒരു സാറ്റർഡേ ഉണ്ട്. ഈ പുള്ളി ആ സമയത്ത് ഓവർ ടൈം ആയി ചെയ്യുന്നത്, 8 മണിക്കൂർ ഓവർ ടൈം. അപ്പോൾ ഓവർ ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാനഡയിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് 1.5 ടൈംസ് ആയിരിക്കും നമ്മുടെ പേ എന്ന് പറയുന്നത്. അപ്പോൾ $21 ഉള്ളാൾക്ക് 1.5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുള്ളിയുടെ സാലറി എന്ന് പറയുന്നത് $31 ആയിരിക്കും. ഈ $31 വെച്ചിട്ട് പുള്ളി 8 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിക്ക് അന്നത്തെ ദിവസം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് $252 കനേഡിയൻ ഡോളറാണ്. ഓക്കെ. അപ്പോൾ ടോട്ടൽ ആദ്യം കിട്ടിയ 840 ഈ 252 കൂട്ടുമ്പോഴത്തേക്ക് പുള്ളിക്ക് കിട്ടുന്ന സാലറി, ടോട്ടൽ സാലറി, ഒരു വീക്കിലെ സാലറി എന്ന് പറയുന്നത് $1092. ഓക്കെ. നമുക്കറിയാം കാനഡയിൽ സാലറി കിട്ടിയാൽ നമുക്ക് ഈ പറഞ്ഞ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു ആവറേജ് ടാക്സ് 20% എടുക്കുകയാണ്. അപ്പം 13 തൊട്ട് 30 വരെ ടാക്സ് കട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു ആവറേജ്, പുള്ളിക്ക് വേറെ ഇൻകം ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു ആവറേജ് ഒരു 20% എടുത്തു. 20% പോയി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരു $873.6 കിട്ടും. ഞാൻ ഈ 6 അങ്ങ് കളഞ്ഞു. ടോട്ടൽ ഒരു $873 കനേഡിയൻ ഡോളർ പുള്ളിക്ക് വീക്കിലി പുള്ളിക്ക് സാലറി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് 20% അല്ല ടാക്സ് കട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ 18 ആവാം, ചിലപ്പോൾ 17 ആവാം. അപ്പോൾ ഈ കിട്ടുന്ന ശമ്പളവും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഞാൻ അതുകൊണ്ടാണ് ആവറേജ് 20% എടുത്തത്. ആൾമോസ്റ്റ് എല്ലാവർക്കും സെയിം ആയിരിക്കും. ഓക്കെ. നമ്മൾ ഇതിന് ഒരു മന്തിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു മന്ത് എന്ന് പറയുന്നത് ഞാൻ 4 വീക്കാക്കി എടുക്കുകയാണ്. പക്ഷേ ഇയർലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇയർ എന്ന് പറയുന്നത് 52 വീക്കാണ്. അപ്പം മന്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ 4 വീക്കാക്കി മാറ്റിയാൽ 4 × 12 48 വീക്കേ വരത്തുള്ളൂ ഒരു വർഷം. ഈ എക്സ്ട്രാ ഒരു 4 വീക്ക് ഉണ്ട്. ഈ 4 വീക്ക് ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതാണ്. അപ്പം നിലവിൽ നമ്മൾ നമ്മുടെ ഫോൺ ബില്ലും ബാക്കി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മന്ത്ലി ആയതുകൊണ്ട് ഞാൻ ഈ പുള്ളിയുടെ സാലറിയെ മന്ത്ലി എത്ര ഇൻകം ആക്കാം എന്നുള്ള രീതിയോട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഈ പുള്ളിക്ക് കിട്ടിയ ടാക്സ് കഴിഞ്ഞ ശേഷം കിട്ടിയ $873 ഞാൻ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4 വീക്ക് ഒരു മാസം. ഓക്കെ. ടോട്ടൽ പുള്ളിക്ക് കിട്ടുന്ന മന്ത്ലി സാലറി എന്ന് പറയുന്നത് $3494.4 ഓക്കെ. നമുക്ക് പുള്ളിയുടെ ഇൻകം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. കാനഡയിൽ ഞാൻ പറഞ്ഞില്ല കുറേ കാര്യങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാക്രിഫൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ പല കാര്യങ്ങളും പെടും. അപ്പോൾ എന്നാൽ പോലും ഒരു പരിധി വരെ ഞാൻ കുറച്ച് എക്സ്പെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പുള്ളിക്ക് ആദ്യം റെൻ്റ് ഉണ്ട്. റെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 400 തൊട്ട് 500 600 വരെ റെൻറ്റ് പോകാറുണ്ട്. പുള്ളി സിംഗിൾ ആയതുകൊണ്ട് ഷെയറിങ്ങിലാണ് താമസിക്കുന്നത്. വേറെ ആളും കൂടെ റൂമിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒരു ആവറേജ് $400 റെൻറ്റിന് കൊടുക്കുന്നത്, ഇൻക്ലൂഡിങ് യൂട്ടിലിറ്റീസ്. ഓക്കെ. ലോണ്ടറി, വൈഫൈ, ഹൈഡ്രോ അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് പുള്ളി ഒരു $400 റെൻറ്റിന് കൊടുക്കുന്നത്. എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല.
ദെൻ പുള്ളിയുടെ ഫുഡാണ്. പുള്ളി വീട്ടിൽ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. അപ്പം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ പുറത്ത് പോയി ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കും, ഇടയ്ക്ക് ടിമ്മൊക്കെ കുടിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പുള്ളി മാക്സിമം വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലവ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ പുള്ളിക്ക് അതുകൊണ്ട് 250 കനേഡിയൻ ഡോളറാണ് ഈ മന്ത്ലി ഫുഡിന് വേണ്ടി ചിലവാകുന്നത്. അന്നേരം ഈ മൈക്ക് ഈ ഫുഡ് മേടിക്കാൻ വേണ്ടി കുറച്ച് ദൂരെയൊക്കെ പോകാറുണ്ടെങ്കിൽ ബസ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനാണെങ്കിൽ ലാസ്റ്റ് എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഫോൺ ബില്ലാണ്. പുള്ളി കാനഡ വന്നതിന് ശേഷം ഈ പറഞ്ഞ ന്യൂ സാംസങ് S23 അല്ലെങ്കിൽ S4 അതൊന്നും എടുത്തിട്ടില്ല, ഐഫോണും മേടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഫോണിന്റെ EMI അടയ്ക്കേണ്ട ആവശ്യമില്ല. നിലവിലൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ മാത്രം മതി പുള്ളിക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വൈഫൈ ഉണ്ടെന്ന് വെച്ചോ. അപ്പം പുള്ളിക്ക് $50 നോർമലി മന്ത്ലി ഫോൺ ബില്ല് വരുന്നത്. പിന്നെ വരുന്ന വെച്ചാൽ പുള്ളിയുടെ എക്സ്ട്രാ ചിലവുകളാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമ കാണാനൊക്കെ പോകും, ഇടയ്ക്കൊന്ന് ചിലപ്പം ലോങ് ട്രിപ്പൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം പണിയെടുത്താൽ മാത്രം പോരല്ലോ, നമുക്കൊരു ഞായറാഴ്ച ഉണ്ടല്ലോ. പുള്ളി ഓവർ ടൈം ചെയ്യുന്നുണ്ട്, ഞായറാഴ്ച ഒരു അവധി ഉണ്ട്. അപ്പം ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോവുക, ഇടയ്ക്കൊന്ന് കൂട്ടുകാരോട് പോയി ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ശീലങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ പുള്ളിക്ക് കുറച്ച് പൈസ അതിന് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പുള്ളി ജോലി ചെയ്യുന്ന സ്ഥലം ദൂരെയാണ്. ഫാക്ടറീസ് ഒക്കെ നമ്മൾ താമസിക്കുന്നിടത്തിന് കിട്ടണമെന്നില്ല, കുറച്ച് ദൂരെയായിരിക്കും. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ചിലപ്പോൾ 50-60 കിലോമീറ്റർ ദൂരെയായിരിക്കും. അപ്പോൾ റൈഡ് ഷെയർ വേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ബസ്സിലൊക്കെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഇതിന് വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ എല്ലാം കൂടെ ഞാനൊരു $300 മാസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷനും പുള്ളിയുടെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം അവിടെ ചേർത്തിട്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഡ്രസ്സ് മേടിക്കുക, ഷൂ മേടിക്കുക, അല്ലെങ്കിൽ ഒരു എമർജൻസി കേസ് വന്നു, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് $300. ചിലപ്പോൾ അത് കൂടാം കുറയാം. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകും. എന്നാലും ഒരു ആവറേജ് ഇത്രയൊക്കെയാണ് ഒരു നോർമൽ ഒരു കാനഡയിൽ താമസിക്കുന്ന ആൾക്ക് വരുന്നത് എന്നാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, കാരണം ഇത്രയൊക്കെ വരാറുള്ളൂ. അപ്പോൾ അന്നേരം നമ്മളിത് മൊത്തത്തോടെ കൂട്ടുകയാണ്. അപ്പോൾ 400 റെന്റിന് പറഞ്ഞു, പിന്നെ ഫുഡിന് പറഞ്ഞു 250 ആണ്, പിന്നെ ഫോണിന് $50 പറഞ്ഞു, പിന്നെ എക്സ്ട്രാ ഒരു $300 പറഞ്ഞു. ഇപ്പോൾ ടോട്ടൽ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1000 കനേഡിയൻ ഡോളറാണ്. അപ്പോൾ ഒരു മാസത്തേക്ക് പുള്ളിക്ക് ചിലവാകുന്ന പൈസ $1000 ആണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കിട്ടി നമുക്ക് ഇൻകം കിട്ടിയായിരുന്നു ഒരു മാസത്തെ, അതിൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കയ്യിൽ എത്ര സേവിങ്സ് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും പുള്ളിക്ക് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് 3494 ആയിരുന്നു. അതിൽ നിന്ന് 1000 കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആഫ്റ്റർ ടാക്സ് ആഫ്റ്റർ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്ക് $2494 കനേഡിയൻ ഡോളർ പുള്ളിയുടെ ഒരു മാസം കാണാനുണ്ട്. പുള്ളി അത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, പുള്ളി സേവ് ചെയ്യാണ്, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം ഇടുകയാണ്, അല്ലെങ്കിൽ പുള്ളി അത് എങ്ങനെ കീപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ഇയറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു ഇയറിൽ 12 മാസമാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ 12 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഈ പറഞ്ഞ 2494 നമ്മൾ 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 29,928 കനേഡിയൻ ഡോളറാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരു 4 വീക്ക് എക്സ്ട്രാ വരുമെന്ന്. അപ്പം 4 വീക്കിനെ ഞാൻ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് നോർമലി ഒരു വീക്കിൽ സാലറി എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് $873.6 ആയിരുന്നു. അപ്പോൾ അതിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് $3494.4 കിട്ടും. ഇതും കൂടെ നമുക്ക് നേരത്തെ കിട്ടിയ ഇയർലി സാലറി, ഈ ഇയർലി സേവിങ്സിനും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു വർഷം $33,422.4 നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഒരു വർഷത്തെ കണക്കാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാനഡ ഗവൺമെന്റ് എല്ലാ വർഷവും നമ്മുടെ സാലറി ഇൻക്രിമെന്റ് ചെയ്യാറുണ്ട്. പുള്ളി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് $21. അങ്ങനെ 5 വർഷം പണിയെടുന്ന് വെച്ചോ, 5 വർഷം. അപ്പോൾ നമ്മൾ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എന്ന് പറയുന്നത് 1,67,112 കനേഡിയൻ ഡോളറാണ്. നിങ്ങൾക്കറിയാം ഇത്രയും കനേഡിയൻ ഡോളർ എന്ന് പറയുന്നത് എത്ര രൂപയെന്ന് അറിയാൻ പറ്റുമോ? 5 വർഷം പുള്ളി പണിയെടുത്തിട്ടുള്ളൂ, പുള്ളി ഒരു ഇൻവെസ്റ്റും ചെയ്തിട്ടില്ല. പുള്ളി 5 വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയെങ്കിൽ, ഇതേ രീതിയിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ പുള്ളിയുടെ കയ്യിൽ 5-ാമത്തെ വർഷം പുള്ളിയുടെ കയ്യിൽ കാണുന്ന പൈസ എന്ന് പറയുന്നത് 1,67,112 കനേഡിയൻ ഡോളറാണ്. ഇപ്പോഴത്തെ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു 60-നും 62-നും ഇടയ്ക്ക് നിൽക്കും. അപ്പോൾ നമ്മളൊരു 61 കൂട്ടുകയാണ്. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ 63 ആവാം. എങ്കിൽ പോലും ഞാൻ 61 മൾട്ടിപ്ലൈ ആണ്. ഇങ്ങനെ ഈ ഇത്രയും പൈസയെ നമ്മൾ 61 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 1,193,832 ഇന്ത്യൻ രൂപയാണ്. നാല് ചോദിക്കും, ഇത്രയും പൈസ പുള്ളിയുടെ കാണും. പുള്ളി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല, പുള്ളി പണി മാത്രം എടുത്തു. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ആദ്യത്തെ 1-ാമത്തെ വർഷവും പണിയെടുത്തത് $21. കാനഡ ഗവൺമെന്റ് നമുക്ക് എല്ലാ വർഷവും ഇൻക്രിമെന്റ് ചെയ്യാറുണ്ട്. പുള്ളി അല്ലെങ്കിൽ $21 ശേഷം പുള്ളിക്ക് ഒരു പ്രൊമോഷൻ കിട്ടി ജോലിയിൽ, ചിലപ്പോൾ 21 മാറി, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഒന്ന് മാറി, അങ്ങനെ പല സാഹചര്യങ്ങളും സംഭവിക്കാം. പുള്ളിക്ക് വേറെ നല്ലൊരു ജോലി കിട്ടി, 25 26 മാറി, 30 പോയി. അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ 5 വർഷം എന്നുള്ളത് കുറയും. 2 വർഷം കൊണ്ട് $1 കോടി സമ്പാദിക്കാൻ പറ്റും. അപ്പം ഇതൊരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ പോയാലാണ് ഇത് സംഭവിക്കുന്നത്. ഇതിനിടയ്ക്ക് വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. എസ്പെഷ്യലി ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കുറച്ച് സാക്രിഫൈസ് ചെയ്യണമെന്ന്. പുള്ളി ഒരിക്കലും ഇതിനിടയ്ക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചാൽ പിന്നെ ഈ $1 കോടി ഒന്ന് പോട്ട് ചിലപ്പോൾ ഒരു 30 ലക്ഷം ആക്കിയത് കുറയും, ചിലപ്പോൾ 50 ലക്ഷം വരെ പറ്റുമായിരിക്കാം, ഭയങ്കര കുറയും. ഇടയ്ക്ക് പുള്ളി എക്സ്പെൻസീവ് ആയിട്ട് ഒരു വണ്ടി മേടിക്കാൻ പാടില്ല. പുള്ളി ഇടയ്ക്ക് പിന്നെ ഫോണൊന്നും മേടിക്കാൻ പാടില്ല, നിലവിലുള്ള ഫോൺ ഉപയോഗിക്കുക. പുള്ളിക്ക് സാലറി ഇൻക്രിമെന്റ് ആവുന്നതനുസരിച്ച് വേണമെങ്കിൽ പുള്ളിയുടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ഇപ്പം ഒരു $23 ജോലി കിട്ടിയാൽ പുള്ളിക്ക് ഫോൺ മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല. 25 പോകുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു കാർ എടുക്കാം. അതുമല്ല, പുള്ളിക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ ദൂരെയാണ്, ഇപ്പോൾ എന്നും റൈഡ് ഒരു $15-20 കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം പുള്ളി മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യാണ്, ഇത്രയും രൂപ കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കാർ മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ആ പൈസ, ഈ റൈഡിന്റെ പൈസ മാറ്റി വെച്ചിട്ട് പുള്ളിക്ക് ഒരു കാർ മേടിക്കാം. പിന്നെ കാറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് അടയ്ക്കണം, ഗ്യാസ് മാത്രമല്ല, പിന്നെ മെയിൻ്റനൻസ് ഉണ്ട്, നമ്മൾ ഇയർലി സർവീസ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കാറിന്. അപ്പോൾ ഇതൊരു ബേസിക് കാൽക്കുലേഷൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഗോൾ പോലെ സെറ്റ് ചെയ്യുക,
എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇപ്പം 5 വർഷത്തിനുള്ളിൽ എനിക്ക് 1 കോടി രൂപ സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കുക. എൻ്റെ സാലറി എത്ര ആയിരിക്കണം എന്ന് തീരുമാനിക്കുക. കാരണം $21 എന്ന് പറയുന്നത് കാനഡയിലെ ആവറേജ് സാലറി എന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം റെസ്റ്റോറൻറ്റ്, ഗ്യാസ് സ്റ്റേഷൻ ഒഴിച്ച് ബാക്കി ആൾമോസ്റ്റ് എല്ലാ ഫാക്ടറീസിലും ഇപ്പോൾ 21, 23 ഒക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരയ്ക്കുന്ന അത്രയും സാലറിയിലാണ്. അപ്പോൾ അതൊരു ബേസിക് ആണ്. പക്ഷേ ഈ എക്സ്പെൻസ് ആണ് പ്രശ്നം. കാനഡയിൽ എക്സ്പെൻസസ് നമുക്ക് കുറയ്ക്കാൻ പറ്റിയാൽ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ 1 കോടി രൂപ സമ്പാദിക്കാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് അത്ര വലിയ ടാസ്ക് ഒന്നും അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുക. അപ്പം ഇതുപോലെയൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റിലൊന്ന് പറയുക. ഒക്കെ ഞാനിങ്ങനെ ശ്രമിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കാനഡയെ പറ്റിയുള്ള ഇൻഫോർമേറ്റീവ് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.